എൻ്റെ അമ്മോ എന്നാലും ഈ അനീഷി അവസാന നിമിഷം കൊണ്ട് കല കൊടുക്കുന്നു ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. വലിയ സിഗ്മ ഒക്കെ ആയിട്ട് എന്നിട്ട് ഇപ്പോൾ അനുമോളോട് ചോദിക്കുക എന്നെ വിവാഹം കഴിക്കുകയെന്ന്. അപ്പോൾ നിങ്ങൾ ആ ഒരു സീൻ എല്ലാവരും കണ്ടു കാണല്ലോ. അത് കഴിഞ്ഞപ്പോൾ ലൈവിൽ നടന്ന കാര്യമാണ്. അനുമോൾ ആകെ വണ്ടർ അടിച്ചു. എൻ്റെ അമ്മ എന്നൊക്കെ വിളിച്ചിട്ട് നാണവും സന്തോഷവും സങ്കടം എല്ലാം കൊണ്ടൊരു മിക്സഡ് അവസ്ഥയാണ്. അപ്പോൾ അനുമോൾ അനീഷിനോട് പറഞ്ഞത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എനിക്ക് 5 വർഷം വേണം, എനിക്ക് വീട് വെക്കണം, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ കരിയർ നോക്കണം, ഇതൊക്കെയാണ് പറഞ്ഞത്. കുറേ നേരം അനീഷ് കേട്ടോണ്ടിരുന്നിട്ട് അനീഷ് ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോവുക ചെയ്തത്. അപ്പോൾ അനുമോൾ അതൊട്ടും പ്രതീക്ഷിച്ചില്ല. അനീഷിന് മനസ്സിലായി അനുമോൾക്ക് ഇഷ്ടമില്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്നുള്ള ഇത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് അനുമോൾക്ക് ഇത് ആരോട് പറയണമെന്നറിയാതെ നമ്മൾ ആദിലയോട് വീണ്ടും മിണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ആദിലയോട് ചെന്ന് പറയുന്നുണ്ട് നൂറയോടൊന്നും പറയില്ല ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന്. ഇപ്പം ആദിലയും ഞെട്ടിപ്പോയി. അപ്പോൾ അവർ മിണ്ടിയിട്ടുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഇങ്ങനെ വിവാഹം കഴിക്കുക ഇഷ്ടമാണെന്നൊക്കെ മുഖത്ത് നോക്കി പറയുന്നത് ഇഷ്ടമാണ് അനുമോൾക്ക്. പക്ഷേ അനീഷ് ഏട്ടനോട് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എന്തായാലും ഇത് ക്യാമറയുടെ മുന്നിൽ ചോദിച്ചുകൊണ്ട് അനുമോൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നാട്ടുകാർ അറിഞ്ഞാണ് ഇപ്പോൾ എൻ്റെ അമ്മ കേട്ട് ഇത് കേട്ട് ചിരിക്കുകയായിരിക്കും. ഞാൻ വീട്ടിൽ പറയാറൊക്കെ ഉണ്ട് എന്നോട് എന്താ ആരും ഒന്നും സ്നേഹമൊന്നും പറയാത്തത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നൊക്കെ അനുമോൾ അതിലോട് പറയുന്നുണ്ട്. അതിലെ വണ്ടറായിട്ട് ചിരിക്കുകയാണ്. അപ്പോൾ എന്താകും ഇതെന്നൊന്നും അറിയത്തില്ല. അനുമോൾ ഇനി അനീഷിനെ അവോയ്ഡ് ചെയ്യാൻ പോവാണെന്നാണ് പറയുന്നത്. അനീഷിനോട് മിണ്ടാനായിട്ട് അനുമോൾക്ക് പേടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താകും എന്തിന് അടുത്ത ആഴ്ച പുറത്തുനിന്നുള്ള ആളുകളൊക്കെ വരുമ്പോൾ എല്ലാവരും ഇത് കേട്ടിട്ടാണല്ലോ ചെല്ലുന്നത്. അപ്പോൾ മിക്കവാറും കളിയാക്കലും എല്ലാവരും ഹൗസ് മേറ്റ്സ് എല്ലാം ഇത് അറിയുകയും ചെയ്യും. ആദില പിന്നെ എന്തായാലും നൂറയുടെ ഒക്കെ പറയാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ എങ്ങനെയാകും ഈ അവസാന നിമിഷത്തെ പ്രണയകഥയെന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് ഈ അനുമോൾ അനീഷ് കോംബോ ഇഷ്ടമാണോ ഗൈസിന്? കപ്പ് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണോ നടക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും അനീഷിൻ്റെ ഒരു സെക്കൻഡ് മാരേജ് ആണ് അല്ലേ. അപ്പോൾ അനുമോൾ അതിന് എന്തായാലും സമ്മതിക്കുമെന്ന് എന്തായാലും അറിയില്ല. അപ്പോൾ എല്ലാം നമുക്ക് കണ്ടറിയാം. ഒരാഴ്ചയും കൂടെയുള്ള കഥയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്.